ഹായ് ഓൾ, SSCG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സെറ്റ് എക്സാം കഴിഞ്ഞു അതിൻ്റെ ആൻസർ കീ ഒക്കെ നോക്കിയിട്ടുണ്ടാവും. ഇനി റെക്ടിഫൈഡ് ആൻസർ കീക്കും അതിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. സോ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത്. ഇപ്പോൾ റിസൾട്ട് നമുക്കറിയാം, എക്സാം ഈ കഴിഞ്ഞ മാസം ജാനുവരി 21 എക്സാം. പൊതുവേ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് 1 മന്തിനുള്ളിൽ റിസൾട്ട് വരാറുണ്ട്. റെക്ടിഫൈഡ് കീയും ഒരു ആഫ്റ്റർ 3 വീക്കിന് ശേഷം എന്തായാലും നമ്മുടെ റെക്ടിഫൈഡ് കീയും വരാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ജാനുവരി അല്ല, ഒരു ഫെബ്രുവരി 21 അല്ലെങ്കിൽ 20 തീർച്ചയായിട്ടും നമ്മുടെ റിസൾട്ട് വന്നിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ LBSൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് റിസൾട്ട് എന്ന് വരുമെന്ന് ചോദിച്ചപ്പം ഒരു 2 ആഴ്ച കഴിയും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. LBSൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ 2 ആഴ്ച കഴിയും റെക്ടിഫൈഡ് കീയും റിസൾട്ടും വരാനെന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ ഒരു ജാനുവരി 21 കഴിഞ്ഞു, ഇന്ന് ഫെബ്രുവരി 1 10 ദിവസം കഴിഞ്ഞു. ഇനിയൊരു 20 ദിവസം, പൊതുവേ റിസൾട്ട് വരുന്നത് ഒരു മാസത്തിനുള്ളിലാണെങ്കിൽ ഇനി ഒരു 20 ദിവസമാണുള്ളത്. സോ അവർ പറഞ്ഞത് റെക്ടിഫൈഡ് കീ തീർച്ചയായിട്ടും 2 ആഴ്ചയ്ക്കുള്ളിൽ വരും. 2 ആഴ്ച കഴിഞ്ഞ് ഉടനെ വരും. അതുപോലെ തന്നെ റിസൾട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി നമ്മുടെ കഴിഞ്ഞ 2 തവണ നമ്മൾ സെറ്റ് ഹിസ്റ്ററിക്കായിട്ടും ജനറൽ പേപ്പറിനായിട്ടും കോച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു എമൗണ്ടിലാണ് ക്ലാസ് കൊടുത്തിരുന്നത്, ക്രാഷ് കോഴ്സായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ ഉദ്ദേശിക്കുന്നത് സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ടോപ്പിക് വൈസ് എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു PDF ബാച്ചാണ്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യും, നമ്മൾ PDF രൂപത്തിലാക്കിയിട്ട് നിങ്ങളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരും. അപ്പോൾ ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഡെയിലി ഷെയർ ചെയ്ത് തരും. അതുമായി ബന്ധപ്പെട്ട എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇത്തവണ നടന്ന സെറ്റ് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം ആഴത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഒരു നെറ്റ് എക്സാമിൻ്റെ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഇത്തവണ എക്സാമിന് വന്നിട്ടുള്ളത്. സോ കേരള ഹിസ്റ്ററി ആണെങ്കിലും വളരെ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ ഒരു 1 മന്ത് കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഈ സെറ്റ് ഹിസ്റ്ററി ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു എക്സാം വരെയുള്ള ഒരു PDF ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിലബസ് ബേസ്ഡ് ടോപ്പിക്കും അതിൻ്റെ എക്സാംസുമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് അല്ല മറിച്ച് ഈ ടോപ്പിക് വൈസുള്ള PDFകൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. അപ്പോൾ ആ ഒരു ബാച്ചിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഫെബ്രുവരി 5 ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക.